ഹലോ നമസ്കാരം, എല്ലാവർക്കും ദേവ്സ് കുക്കിംഗ് വേൾഡിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ജോലിക്കൊക്കെ പോകുന്നവർക്ക്, പ്രത്യേകിച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നോക്കുമ്പോഴായിരിക്കും മാവൊക്കെ തീർന്നെന്ന് ഓർക്കുക. അപ്പോൾ ശരിക്കും സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമുക്ക് ഉപകരിക്കുന്ന ഒരു ദോശയെന്നോ അപ്പമെന്നോ ഒക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു എഗ് റോസ്റ്റിൻ്റെ റെസിപ്പിയുണ്ട്. നമുക്ക് വീഡിയോ കണ്ടാലോ? അതിനു മുന്നേ ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിനു വേണ്ടി ആദ്യം ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് 1 കപ്പ് റവയാണ്. 250 ml കപ്പിലാണ് ഞാൻ റവ എടുത്തത്. അളവ് ശ്രദ്ധിക്കണേ. ഇനി 1/2 കപ്പോളം തേങ്ങ ചിരകിയത് ഞാൻ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകമാണ് ഞാൻ ചേർത്തത്. ഇനി വേണ്ടത് കുറച്ച് സവാള, ഒരു പകുതി സവാള കട്ട് ചെയ്തത്, അതുപോലെ 1/4 കപ്പ് തൈര്. പുളിക്കാത്ത തൈര് തന്നെ എടുക്കണേ, പുളിക്കുന്ന തൈര് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഞാൻ ആ അളന്ന കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം എടുത്തു. 1.5 കപ്പോളം വേണ്ടി വരും. ഞാൻ ആദ്യം 1 കപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തു. നമ്മൾ അപ്പത്തിൻ്റെ മാവൊക്കെ അരയ്ക്കത്തില്ല, അതുപോലെ ഒരു 5-6 മിനിറ്റ് വേണ്ടി വരും അരയ്ക്കാൻ. ഇനി ഇതിന് ആവശ്യത്തിന് ഉപ്പും അതുപോലെ 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ സോഡാ പൗഡറും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സോഡാപ്പൊടി ഒട്ടുമേ സ്കിപ്പ് ചെയ്യാതെ ചെയ്യണേ, നല്ല സോഫ്റ്റ് ആകാൻ അതാണ് ഇതിന് ഏറ്റവും നല്ലത്. ഇനി നല്ല ചൂടായ ഒരു ദോശക്കല്ലിലോട്ട് നമുക്ക് ഈ മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. പക്ഷേ പരത്തണ്ട, ഒത്തിരി പരത്തണ്ട, കുട്ടി കുട്ടി ദോശയായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഇതുപോലെ ഇത് നോക്ക്, കുമിളകളൊക്കെ വരുന്നുണ്ടോ? നമ്മൾ അപ്പമൊക്കെ ചുടുന്ന പോലത്തെ ഒരു സോഫ്റ്റ്നെസ്സാണ് ഈ ദോശയ്ക്കോ അല്ലെങ്കിൽ അപ്പം ഒന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഈ സംഭവത്തിനുണ്ടാവുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ സാധാരണ ദോശ കഴിക്കുന്നേക്കാൾ ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ കുഞ്ഞായിട്ട് വേണം നമ്മളിത് ചുട്ടെടുക്കാനായിട്ട്, ഒരുപാട് നീട്ടി പരത്തണ്ട. അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു എഗ് റോസ്റ്റ് കൂടെ റെഡിയാക്കിയാലോ? ഞാനൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിച്ചിട്ട് ഞാൻ ആകെ ഇതിൽ ചേർക്കുന്ന ഒരു മസാല എന്ന് പറയുന്നത് ഇഞ്ചിയാണ് കേട്ടോ. ഇഞ്ചി ചെറുതായിട്ട് ഒരു വലിയ കഷ്ണം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുത്തു. ആ ഇഞ്ചിയുടെ ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തു. പിന്നെ 1 പച്ചമുളകും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുത്തു. ഇനി ഞാനൊരു 2 ചെറിയ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തത്. സാധാരണ നമ്മൾ മുട്ട റോസ്റ്റിനൊക്കെ ഇടുന്ന പോലെ വലുതായിട്ട് അരിയല്ലേ കേട്ടോ. ഇനി ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനി നമുക്കിതിൻ്റെ കൂടെ ഒരു വലിയ ടൊമാറ്റോ കൂടെ സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. വേറെ മസാലയൊന്നും ഞാനിവിടെ പെരുംജീരകമോ വെളുത്തുള്ളിയോ ഒന്നും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. ഇനി നമുക്ക് റെഡ് ചില്ലി പൗഡർ കൂടെ 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. അതാണ് ഇതിനൊരു കളർ കൊടുക്കുന്നത്. ഇത്രയും ആയാൽ നമ്മുടെ എഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മുട്ടയും കൂടെ കീറി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ, അതുകൂടെ ആഡ് ചെയ്ത് കൊടുത്തു. അത്ര എളുപ്പമാണ്. ഇതൊരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് റെഡിയാക്കാവുന്ന ഒരു എഗ് റോസ്റ്റാണ്. മസാലയൊന്നും വേണ്ട, പക്ഷെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് അപ്പത്തിൻ്റെ കൂടെയൊക്കെ നന്നായിരിക്കും. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ദോശയും എഗ് റോസ്റ്റും ഒക്കെ? ശരിക്കും പറഞ്ഞാൽ ഞാൻ മിക്കവാറും വീട്ടിലുണ്ടാക്കുന്ന ഒരു ദോശയും റോസ്റ്റുമാണിത്. എന്നാൽ പിന്നെ നിങ്ങൾക്കും കൂടെ ഇത് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാ വീട്ടമ്മമാർക്കും ജോലിക്ക് പോകുന്നവർക്കും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് ഞാനിത് വിശ്വസിക്കുന്നു. ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതിൻ്റെ കമൻസൊക്കെ കമൻറ്റ് ബോക്സിലിടാൻ മറക്കരുത്. അപ്പോൾ ഈ സ്പെഷ്യൽ ടേസ്റ്റി ആയിട്ടുള്ള ദോശ കൊച്ചുങ്ങൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും കേട്ടോ. കുട്ടികളുടെ ഇവിടെ ഫേവറേറ്റാണ് എൻ്റെ പിള്ളേരുടെ. ഇതിൻ്റെ കൂടെ ഞാനൊരു കട്ട ചമ്മന്തിയും കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. അതും ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് ഉണ്ടാക്കിയിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറന്നു പോകരുത്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യണേ. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പീസ് ഇനിയും വരുന്നുണ്ട് ധാരാളം. കാണാൻ മറന്നു പോകരുത്. കണ്ടിട്ട് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ.